അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റും ഇൻറ്റേർണൽ ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് ഡിസ്കസ് ചെയ്തു, എന്താണ് ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സിനെ ആദ്യമായിട്ട് ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുക? ഓണേഴ്സ് അല്ലേ അപ്പോയിൻറ്റ് ചെയ്യുക. നമ്മുടെ ഓണർഷിപ്പും മാനേജ്മെൻറ്റും ചെയ്യുന്നത് രണ്ടാൾക്കാരാണ്. അപ്പം മാനേജ്മെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ ഇടയിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളെ വേണം. നമ്മുടെ ചായക്കട എക്സാമ്പിൾ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓണേഴ്സാണ് ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യുക അല്ലേ. ഫൈൻ. ഇനി സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിൻ്റെ കേസിൽ അതാണ്. ഇൻറ്റേർണൽ ഓഡിറ്ററിൻ്റെ കേസിലോ, ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സിന് ആരാ അപ്പോയിൻറ്റ് ചെയ്യണേ? മാനേജ്മെൻറ്റ്. ഓണേഴ്സിന് ഇതായിട്ട് യാതൊരു ബന്ധമില്ല. മാനേജ്മെൻറ്റ് ബിസിനസ് ബെറ്റർ ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യണേ. നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫൈൻ. അടുത്തത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സ് ദേ ക്യാൻ നെവർ ബി ദ എംപ്ലോയീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അവർക്കൊരിക്കലും ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് ആവാൻ പാടില്ല. നിങ്ങൾ തന്നെ ആൻസർ പേപ്പർ എഴുതി നിങ്ങൾ തന്നെ കറക്റ്റ് ചെയ്താൽ ശരിയാവില്ല, പുറത്തുനിന്ന് ഒരാൾ വരണം. ഓക്കെ. ഇനി ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സിൻ്റെ കേസിൽ എന്താണ്? ദേ മേ ബി എംപ്ലോയീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ് ഐദർ അവർ കമ്പനിയിൽ തന്നെ അവരെ ഫുൾ ടൈം എംപ്ലോയീസ് ആയിട്ട് വെക്കും, അല്ലെങ്കിൽ അവരെ പുറത്തുനിന്ന് ഒരു ഫേമിനെ വിളിച്ച് റെഗുലറായിട്ട് ഇൻറ്റേർണൽ ഓഡിറ്റ്സ് നടത്തിക്കും. അപ്പോൾ ഇത് രണ്ടും വേണമെങ്കിൽ സംഭവിക്കാം. ഓക്കെ. അപ്പോൾ അവർ എംപ്ലോയീസ് ആയാലും കുഴപ്പമില്ല, അവർക്ക് ഓഡിറ്റ് ചെയ്യാം. അടുത്തത് ഓഡിറ്റ് സ്കോപ്പ്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററുടെ കേസിൽ സ്കോപ്പ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ ലോ അണ്ടർ വിച്ച് ദേ ആർ അപ്പോയിൻറ്റഡ് ആസ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സ്. ആരാണ് സ്കോപ്പ് ഡിസൈഡ് ചെയ്യണേ? ലോ പറയും എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം, അതെല്ലാം ഓഡിറ്റർ അവിടെ പോയിട്ട് ചെക്ക് ചെയ്യും. ഇനി ഇൻറ്റേർണൽ ഓഡിറ്ററിൻ്റെ കേസിൽ അങ്ങനെയാണോ? ഇല്ല, ഇവിടെ ലോ ഒന്നും പറയുന്നില്ല. ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സിന് അപ്പോയിൻറ്റ് ചെയ്തത് ആരാണ്? മാനേജ്മെൻറ്റ്. അപ്പോൾ അവർ പറയും നിങ്ങളോട് എന്താ ചെയ്യാനുള്ള ജോലി, അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. ഓഡിറ്റർ സ്കോപ്പ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ മാനേജ്മെൻറ്റ്. ഫൈൻ. ഇനി അടുത്തത് യൂസേഴ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്, അതായത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് റിപ്പോർട്ട് ആർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സ് ആർ റെസ്പോൺസിബിൾ ടു ദം. അപ്പോയിൻറ്റ് ചെയ്തത് ആരാണ്? ഓണേഴ്സ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്ന ആരാണ്? ഓണേഴ്സ്, ക്രെഡിറ്റേഴ്സ്, കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, അതായത് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും. അവരോടൊക്കെ ആര് റെസ്പോൺസിബിളാണ്? ഈ അക്കൗണ്ട് ട്രൂ ആൻഡ് ഫെയർ ആണെന്ന് പറയുന്ന ഓഡിറ്റർ റെസ്പോൺസിബിൾ ആണ്. ഓക്കെ. ഇനി ഇൻറ്റേർണൽ ഓഡിറ്ററിൻ്റെ കേസിൽ എങ്ങനെയാണ്? യൂസേഴ്സ് ഓഫ് ദ ഓഡിറ്റ് റിപ്പോർട്ട് ആർ ദ മാനേജ്മെൻറ്റ് ആൻഡ് ദ ഓഡിറ്റേഴ്സ് ആർ റെസ്പോൺസിബിൾ ടു ദം. ആ റെക്കോർഡ് മാനേജ്മെൻറ്റിനോട് മാത്രം. ജോലി ചെയ്താലും ചെയ്തില്ലെങ്കിലും ആരെ ചോദിക്കുക? അവരോട്. മാനേജ്മെൻറ്റിനാണ് അവരവരുടെ ഇൻറ്റേർണൽ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ഫൈൻ. ഇനി ഒബ്ജക്റ്റീവ് ഇസ് ടു കമൻറ്റ് ഓൺ ദ ട്രൂത്ത് ആൻഡ് ഫെയർനെസ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററുടെ ഒബ്ജക്റ്റീവ് എന്താണ്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ആണോ ഫെയർ ആണോ എന്ന് കമൻറ്റ് ചെയ്യുക, ഒപ്പീനിയൻ പറയുക. നമുക്കറിയുന്ന കേസാണ്. അതേസമയം ഇൻറ്റേർണൽ ഓഡിറ്ററുടെ ഒബ്ജക്റ്റീവ് എന്താണ്? അദ്ദേഹം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കി ട്രൂ ആൻഡ് ഫെയർ ആണെന്ന് പറയണോ? വേണ്ട. അവരെന്താ ചെയ്യേണ്ടത്? ടു എൻഷുർ കംപ്ലയൻസ് ഓഫ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ദ എൻ്റർപ്രൈസ്. കമ്പനി ചില റൂൾസും പ്രൊസീജിയേഴ്സും ഇട്ടിട്ടുണ്ട് ഇല്ലേ? ബെറ്റർ ഇൻറ്റേർണൽ കൺട്രോൾസ് ഉണ്ടാവാൻ, സ്മൂത്തായിട്ട് ബിസിനസ് ഫങ്ഷൻ ചെയ്യാൻ. ഇതെല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇൻറ്റേർണൽ. നമ്മൾ വീട് നോക്കാൻ വേണ്ടി സെക്യൂരിറ്റി ഗാർഡിനെ വെച്ചു. അദ്ദേഹത്തിന് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലി കഴിഞ്ഞോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് അയാൾ അവിടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കും, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. ഇത് തന്നെയാണ് റൂൾസ് ചെയ്യണേ. നമ്മൾ റൂൾസ് ഉണ്ടാക്കും, ആ റൂൾസ് എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ് നോക്കും. ഇനി നമ്മൾ നോക്കാൻ പോണത് വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ്
അതിന് നമുക്ക് വോളണ്ടറി എന്നും പറയാം, പ്രൈവറ്റ് ഓഡിറ്റ് ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഈ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഓഡിറ്റാണ്, നമ്മുടെ കയ്യിൽ ഓപ്ഷനില്ല. അപ്പോൾ പല ആളുകളും എൻ്റെ അടുത്ത്, സാറേ ഞങ്ങൾക്ക് ഒരു പുതിയ ബിസിനസ് തുടങ്ങണം. ഞാൻ പറയും ഓക്കെ, ഈ ബിസിനസ് തുടങ്ങുന്നത് നമ്മളൊരു കമ്പനി ആക്കാനാണ് പ്ലാൻ. ഞാൻ പറയും ഓക്കെ, ആരൊക്കെയാണ് ഇതിലുള്ളത്? അവർ പറയും ഞാൻ എക്സ് വൈ സെഡ് ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് ഈ ബിസിനസ് തുടങ്ങാൻ പോണേ. പറയും വളരെ നല്ല കാര്യം സാറേ, അപ്പോൾ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാൻ എത്ര രൂപയാവും? അപ്പോൾ കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിനൊരു ചിലവുണ്ട്. എനിവേസ് അതൊരു നല്ല കാര്യമാണ്. പക്ഷേ ഈ കമ്പനി രജിസ്റ്റർ വരുന്നവർ പല കാര്യങ്ങളും അറിയില്ല. അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി തുടങ്ങും. ആ കമ്പനി തുടങ്ങിയതിന് ശേഷം കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ആരംഭത്തിലുണ്ടായിരുന്ന ആ ബിസിനസ് ചെയ്യാനുള്ള ആവേശം കുറച്ച് കുറയും. അപ്പോൾ അവർ ആ കമ്പനി അവിടെ ഇട്ടിട്ട് പോകും. അപ്പോൾ ഈ കമ്പനി അവർ തുടങ്ങി. ഓക്കെ, ഒരു കമ്പനി തുടങ്ങുമ്പോൾ ഒരു ന്യൂ ലീഗൽ എൻറ്റിറ്റി കംസ് ഇൻ ടു എക്സിസ്റ്റൻസ്. പഠിച്ചിട്ടില്ലേ? പുതിയതായിട്ട് ഒരു ലീഗൽ എൻറ്റിറ്റി അവിടെ എക്സിസ്റ്റൻസിൽ വന്നു. ഇനി ഈ ലീഗൽ എൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്ത ദർ ഇസ് എ ലീഗൽ പ്രൊസീജിയർ ടു ക്ലോസ് ഇറ്റ് ഡൗൺ. കമ്പനി നിർത്തണമെങ്കിൽ അതിനും ഒരു ലീഗൽ പ്രൊസീജിയർ ഉണ്ട്, തുടങ്ങുമ്പോൾ ഉള്ള പോലെ തന്നെ. അപ്പോൾ പലരും എന്താ ചെയ്യുന്നത് വെച്ചാൽ കമ്പനി തുടങ്ങും, പിന്നെ ആ ഭാഗത്തേക്ക് നോക്കില്ല. അപ്പോൾ കമ്പനിയുടെ റൂൾസും റെഗുലേഷൻസ് എല്ലാം നോക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഒരു മിനിസ്ട്രി ഉണ്ട്, ഇല്ലേ? എന്താണത്? മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സ്. നമ്മൾ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, ആഭ്യന്തര വകുപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു കമ്പനി അഫയേഴ്സ്, ഇന്ത്യയിലെ കമ്പനീസിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്, അല്ലെങ്കിൽ മിനിസ്ട്രിയാണ് മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സ്. അപ്പോൾ അവർ കമ്പനി ആക്ട് പ്രകാരമുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഈ കമ്പനീസ് ഫോളോ ചെയ്തില്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫൈനും പെനാൽറ്റിയും ഇതൊക്കെ പറയും. അപ്പോൾ ഈ എക്സും വൈ സെഡും കൂടി ബിസിനസ് തന്നെ തുടങ്ങാൻ വരും. അവർ ബിസിനസ് തുടങ്ങും, 4 മാസം കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കില്ല. പക്ഷെ കമ്പനി ആക്ട് എന്താ പറയണേ? എല്ലാ കൊല്ലം ഓഡിറ്റ് നിർബന്ധമായിട്ട് ചെയ്യണം. ഇപ്പോൾ ഒരു കൊല്ലം ബിസിനസ് ഉണ്ടായിരുന്നു, കഴിഞ്ഞ് 2ാമത്തെ കൊല്ലം അവർ ബിസിനസ് ചെയ്തില്ല. അപ്പോൾ അവർക്ക് പറയാൻ പറ്റുമോ ഇക്കൊല്ലം ഞങ്ങൾ ബിസിനസ് ഒന്നും ചെയ്തില്ല അതുകൊണ്ട് ഓഡിറ്റ് ചെയ്തില്ല എന്ന്? നോ. നിങ്ങൾ കമ്പനി തുടങ്ങിയ ഇനി കമ്പനി ഷട്ട് ഡൗൺ ചെയ്യണവരെ എല്ലാ കൊല്ലവും ഓഡിറ്റ് ചെയ്യണം, നിർബന്ധമാണ്. ഓക്കെ, ഈ പല ആളുകളും ഇത് ചെയ്യില്ല. അതുപോലെ തന്നെ MCAക്ക് പല ഫോംസും നമ്മൾ അയച്ചു കൊടുക്കണം, ആനുവൽ റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യണം. ഇതൊന്നും ഇവർ ചെയ്യില്ല. ഈ കമ്പനി തുടങ്ങും, എന്നിട്ട് ആ കമ്പനി അവിടെ ഇടും. അപ്പോൾ ഈ കമ്പനി തുടങ്ങാൻ വരുന്നവരോട് ഞാൻ പറയും, ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ, നിങ്ങൾക്ക് തുടങ്ങിയിട്ട് ഇതങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. കാരണം ചില MCAയുടെ ഫോമൊക്കെ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ ഫൈൻ ചിലപ്പോൾ പെർ ഡേ 100 rupees ഫൈൻ, അല്ലെങ്കിൽ പെർ ഡേ 1000 rupees ഫൈൻ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് ഇവരൊരു 2-2.5 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞിട്ട് അവർ വരും, സാറേ ഞങ്ങൾ പണ്ടൊരു കമ്പനി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയും ഓക്കെ, സാറേ ഇപ്പം എന്തോ MCA എന്നൊരു ഫോം വന്നു നോക്കുകയാണ്, 4 ലക്ഷം 5 ലക്ഷം രൂപ അടയ്ക്കാൻ. ഏത് ഫോം ഫില്ല് ചെയ്തിട്ടില്ല? എന്താ സാറേ ഇത്ര ഫൈനൊക്കെ ഒരു ഫോം അടയ്ക്കാത്തതിന്? അതായത് 3 കൊല്ലം മുമ്പ് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഫോം, അതിൻ്റെ ഫൈൻ ഡെയിലി 1000 rupees ആണ്. അത് നമ്മുടെ ആളുകൾ അതിനെപ്പറ്റി അറിഞ്ഞില്ല, മറക്കും ചെയ്തു. ഒരു കമ്പനി എപ്പോഴും എക്സിസ്റ്റൻസിൽ കൊണ്ടുവരാനും അതിനെ എല്ലാ കൊല്ലം മെയിൻറ്റെയിൻ ചെയ്യാനും ഭയങ്കര പൈസയാണ്. ഭയങ്കര പൈസയല്ല, ദർ ഇസ് എൻ എമൗണ്ട്, ഫ്രീ അല്ല. പാർട്ട്ണർഷിപ്പിലാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടില്ല. കാരണം പാർട്ട്ണർഷിപ്പിൽ ആരെങ്കിലും ഓഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കമ്പനിയുടെ കേസിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കമ്പനിയുടെ റൂൾസും ആക്ട്സും എല്ലാം മാൻഡേറ്ററി ആണ്. അപ്പോൾ ഞാൻ ഈ വരുന്നവരോട് ഇത് പറയുമ്പോൾ അവർ പറയും, എന്നാൽ സാറേ പിന്നെ നമുക്കൊരു കമ്പനി വേണ്ട, നമുക്കൊരു പാർട്ട്ണർഷിപ്പ് തുടങ്ങാം. കമ്പനി തുടങ്ങുന്നത് മോശമായിട്ടല്ല, കമ്പനി തുടങ്ങുന്നത് വളരെ നല്ലതാണ്.
ബാങ്ക്സിന് ഏറ്റവും കൂടുതൽ പൈസ തരാൻ ഇഷ്ടമുള്ളത് കമ്പനീസിനാണ്. കാരണം അവരുടെ ആക്ട്സ് ഭയങ്കര, അവരുടെ ലോ ഭയങ്കര സ്ട്രിക്റ്റ് ലോ ആയതുകൊണ്ട് കള്ളത്തരങ്ങൾ കുറയുക ചെയ്യുക. കമ്പനീസിൽ സ്ട്രിക്ട്ലി റെഗുലേറ്റഡ് ആണ്, എല്ലാ കൊല്ലം ഓഡിറ്റ് ചെയ്യില്ലേ. അപ്പോൾ ബാങ്കിൻ്റെ പൈസ പോകാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് ബാങ്ക്സിനൊക്കെ ഇഷ്ടം കമ്പനീസിന് ലോൺ കൊടുക്കാനാണ് നല്ലത്. കുറേ അഡ്വാൻറ്റേജസും ഉണ്ട് കമ്പനി തുടങ്ങുന്നതുകൊണ്ട്. പക്ഷേ എന്താ പറയുക, നമ്മൾ കംപ്ലീറ്റ്ലി ഡിറ്റർമൈൻഡ് ആയിരിക്കണം. അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ തലേദിവസം രാത്രി എല്ലാവരും നമുക്കൊരു കമ്പനി തുടങ്ങാമെന്ന് പറഞ്ഞ് അങ്ങ് തുടങ്ങി പിന്നീട് അത് നിർത്തണമെങ്കിൽ അതിലും കൂടുതൽ പൈസ ചിലവുണ്ടാകും. ഓക്കെ, സോ ലെറ്റ്സ് സീ. ഞാൻ ഇത് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ കേസിലാണ് എപ്പോഴും എന്ത് വരണേ, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, മാൻഡേറ്ററി ആയിട്ടുള്ള ഓഡിറ്റ് വരണേ. അതേസമയം നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ പാർട്ട്ണർഷിപ്പ്, സോൾ പ്രൊപ്രൈറ്റേഴ്സ്, ഇവർക്ക് മാൻഡേറ്ററി ഓഡിറ്റ് ആവശ്യമുണ്ടോ? ഇല്ല. ഇവരെന്താ ചെയ്യുക, ഇവർക്ക് പ്രൈവറ്റ് അല്ലെങ്കിൽ വോളണ്ടറി ആയിട്ടുള്ള ഓഡിറ്റ് ഉണ്ട്. ഓക്കെ, ഇനി ഇപ്പോൾ ഈ പറഞ്ഞ ഈ വോളണ്ടറി ഓഡിറ്റ്, അതിനെ നമുക്ക് 1-2 ടൈപ്പുള്ള വോളണ്ടറി ഓഡിറ്റ്സ് ഉണ്ട്. ഒന്ന് വേണമെങ്കിൽ ഇപ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്റിങ്ങിനെ പറ്റി നമ്മൾ പഠിച്ചില്ലേ. അതായത് എൻ്റെ ഒരു വലിയ ബിസിനസ്സാണ്, ഞാൻ ഒറ്റയ്ക്കുള്ള സോൾ പ്രൊപ്രൈറ്ററാണ്. പക്ഷേ എനിക്കും എൻ്റെ കമ്പനിയിൽ എങ്ങനെ കോസ്റ്റ് സേവ് ചെയ്യാമെന്ന് അറിയണം. അപ്പോൾ ഞാൻ ഒരു ഇൻറ്റേർണൽ ഓഡിറ്ററെ വിളിച്ചു, അയാളെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ, കമ്പനിയുടെ കോസ്റ്റ് സേവ് ചെയ്യാൻ, ഇൻറ്റേർണൽ കൺട്രോൾസ് ചെക്ക് ചെയ്യാൻ. അപ്പോൾ ഈ ഇൻറ്റേർണൽ ഓഡിറ്റ് ഒരു പ്രൈവറ്റ് ഓഡിറ്റ് അല്ലേ? അല്ലെങ്കിൽ ഈ ഇൻറ്റേർണൽ ഓഡിറ്റ് ഒരു വോളണ്ടറി ഓഡിറ്റ് അല്ലേ? നിയമം പറഞ്ഞിട്ടുള്ളതാണോ? അല്ല. ഇനി വേറൊരു സിറ്റുവേഷൻ, ഇതൊരു സിറ്റുവേഷൻ ഉണ്ടാകും. ഇനി വേറെ സിറ്റുവേഷൻ എന്താവാം, എനിക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം. അപ്പോൾ ബാങ്ക് പറഞ്ഞു, എക്സ്ക്യൂസ് മീ, നിങ്ങളൊരു കാര്യം, നിങ്ങളുടെ അസറ്റ്സും ലയബിലിറ്റീസും ഒക്കെ ഒരു ബാലൻസ് ഷീറ്റ് ആക്കി, ബാലൻസ് ഷീറ്റ് P&L ഒക്കെ ഒരു ഓഡിറ്ററെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിപ്പിക്കുക, എന്നിട്ട് ഞങ്ങൾ ലോൺ തരാം. അപ്പോൾ ഞാൻ പോയിട്ട് ഒരു ഓഡിറ്ററെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു ഒന്ന് ഓഡിറ്റ് ചെയ്യണം. അയാൾ വന്ന് ഓഡിറ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹം വന്ന് ഓഡിറ്റ് ചെയ്തത് ഒരു തരം എന്ത് ഓഡിറ്റാണ്, ഫൈനാൻഷ്യൽ ഓഡിറ്റാണ് ആൾ ചെയ്തത്. അതായത് സാധാരണ കമ്പനീസിൽ ചെയ്യുന്ന സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് പോലെ തന്നെ നമ്മുടെ അവിടെയും വന്നിട്ട് ഈ ഓഡിറ്റ് ചെയ്തു. അതിന് എന്നിട്ട് നമുക്കൊരു ബാലൻസ് ഷീറ്റ് ആൻഡ് P&L തന്നിട്ട് പറഞ്ഞു ഇതെല്ലാം ട്രൂ ആൻഡ് ഫെയർ ആണ്. അപ്പം ഇത് ഒരു ടൈപ്പിലുള്ള വോളണ്ടറി ഓഡിറ്റാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പല ടൈപ്പിലുള്ള ഓഡിറ്റ്സ് ഒരു ബിസിനസ് നടത്തുന്ന ആൾക്ക് ചെയ്യാൻ പറ്റും, വോളണ്ടറി ഓഡിറ്റ്സ്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് ഡിഫറൻസ് നോക്കാം. ഒന്നാമത് അപ്പോയിൻറ്റിങ് അതോറിറ്റി. എഗെയിൻ ആരാണ്? സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററുടെ കേസിൽ നിങ്ങൾക്കറിയാം ഷെയർ ഹോൾഡേഴ്സാണ് അല്ലേ? അതേസമയം നമ്മുടെ പ്രൈവറ്റ് അല്ലെങ്കിൽ വോളണ്ടറി ഓഡിറ്റ് ചെയ്യുമ്പോൾ ആരാണ് ബിസിനസ് മാനേജ് ചെയ്യുന്നത്? അവർ തീരുമാനിക്കും നമുക്ക് ഓഡിറ്റ് വേണോ വേണ്ടതെന്ന് അല്ലേ? വേറെ ആരാണ് തീരുമാനിക്കാം? ഡിസിഷൻസ് മെയ്ഡ് ബൈ ദ മാനേജ്മെൻറ്റ്. ഇനി ഒബ്ജക്റ്റീവ് എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററുടെ ഒബ്ജക്റ്റീവ് എന്താ? ടു എൻഷുർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ആൻഡ് ഫെയർ. അയാൾ ഒപ്പീനിയൻ പറയണം, അതാണല്ലോ മെയിനായിട്ട് ഓഡിറ്ററുടെ ജോലി. ഇനി നമ്മുടെ വോളണ്ടറി ഓഡിറ്ററുടെ ഒബ്ജക്റ്റീവ് എന്താകാം? ഡിപ്പെൻസ്, എന്ത് ടൈപ്പ് വോളണ്ടറി ഓഡിറ്റാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, സ്വമേധയാ നമ്മൾ നടത്തുന്ന ഓഡിറ്റ്, അതാണ് വോളണ്ടറി ഓഡിറ്റ്. അപ്പോൾ അത് ചിലപ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്റ് ആണെങ്കിൽ റിവ്യൂ ഇൻറ്റേർണൽ കൺട്രോൾസ്. പിന്നെ ഇറ്റ്സ് ചെക്സ് ഓൺ എംപ്ലോയീസ് അവർ ജോലി മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ. ചെക്ക് ഓൺ ദ ഫൈനാൻഷ്യൽ ആൻഡ് നോൺ ഫൈനാൻഷ്യൽ ഓപ്പറേഷൻസ് ഫൈനാൻഷ്യലും നോൺ ഫൈനാൻഷ്യൽ ആയിട്ടുള്ളതെല്ലാം കറക്റ്റായിട്ട് നടത്തുന്നുണ്ടോ എന്നറിയാൻ. ഓക്കെ, അതൊക്കെ ആയിരിക്കാം ഒരു പ്രൈവറ്റ് അല്ലെങ്കിൽ വോളണ്ടറി ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവ്. പിന്നെ അപ്രോച്ച്, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ഓൾറെഡി ഗസ് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് പ്രൊപ്രീറ്ററി ഓറിയൻറ്റഡ് ആണ് ഏത്? പ്രൈവറ്റ് അല്ലെങ്കിൽ വോളണ്ടറി ഓഡിറ്റ്. അതേസമയം സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് കംപ്ലയൻസ് ഓറിയൻറ്റഡ് ആണ്. എന്താണ് വ്യത്യാസം? കംപ്ലയൻസ്, ടു കംപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമം അനുസരിക്കുക. അപ്പോൾ കംപ്ലയൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഓഡിറ്റ് എന്താണ് പറയണേ? എല്ലാ ലോസും റെഗുലേഷൻസും പിന്നെ എല്ലാം ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇതാണ് കംപ്ലയൻസ് ഓറിയൻറ്റഡ് അപ്രോച്ച്. നിയമം ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. അതേസമയം പ്രൊപ്രീറ്റി ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്?
അതായത് നിങ്ങളുടെ ബിസിനസ് അത് നിങ്ങൾ നല്ല രീതിയിലാണോ നടത്തണേ അതോ മോശമായിട്ടാണോ നടത്തണേ എന്നുള്ളത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ നോക്കില്ല. അവരെന്താ നോക്കുക? നഷ്ടമായാലും ലാഭമായാലും കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ടോ? ഓക്കെ, ഫൈൻ. അതേസമയം പ്രൊപ്രീറ്ററി അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ കണ്ടില്ലേ, നിങ്ങൾ 4 പേരെ ടൈലേഴ്സിനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എടുത്തു. ഈ 4 പേരെ അവിടെ ആവശ്യമുണ്ടോ? മനസ്സിലായോ? ഈ പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഇത്രയും പേരെ എടുക്കേണ്ട കാര്യമുണ്ടോ ഈ കമ്പനിക്ക്? അവർക്ക് കറക്റ്റ് സാലറി ആണോ കൊടുക്കണേ? വേസ്റ്റേജ് ഒന്നും ഇല്ലല്ലോ, ബിസിനസ്സിന് നഷ്ടമൊന്നുമില്ലല്ലോ. ഇതാണ് പ്രൊപ്രീറ്ററി അപ്രോച്ച്. പ്രൊപ്രീറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? ബിസിനസ്സിൻ്റെ മുതലാളി. അപ്പോൾ ആ മുതലാളിക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ആവശ്യം? ലാഭം, പൈസ ഏറ്റവും കൂടുതൽ സേവ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ വോളണ്ടറി ഓഡിറ്റ് ചെയ്യുമ്പോൾ അതിനൊക്കെ എന്ത് അപ്രോച്ച് ആയിരിക്കും? ഒരു പ്രൊപ്രീറ്ററി അപ്രോച്ച് ആയിരിക്കും, പൈസ ലാഭിക്കാൻ. ഓക്കെ, ആവശ്യമില്ലാത്ത അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കാൻ. ഫൈൻ. സോ അതാണ് അപ്രോച്ച് തമ്മിലുള്ള വ്യത്യാസം. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ അതൊന്നും നോക്കില്ല, ബാലൻസ് ഷീറ്റ് P&L ട്രൂ ആൻഡ് ഫെയർ ആണോ നോക്കുക, പോവാം. അടുത്തത് സ്കോപ്പ്. എന്തൊക്കെ ചെയ്യണം? സ്കോപ്പ് ഡിസൈഡ് ചെയ്യുക ആരാണ്? മാനേജ്മെൻറ്റ്. ഇൻറ്റേർണൽ ഓഡിറ്റ് ആണെങ്കിൽ മാനേജ്മെൻറ്റ് സ്കോപ്പ് ഡിസൈഡ് ചെയ്യും. ഓക്കെ, ഇൻറ്റേർണൽ ഓഡിറ്റ് ആണെങ്കിൽ ഈ വോളണ്ടറി ഓഡിറ്റ്. അതേസമയം നമ്മളിപ്പോൾ വോളണ്ടറി ഓഡിറ്റ് 2 ടൈപ്പ് കണ്ടില്ലേ? വോളണ്ടറി ഓഡിറ്റ് ഇൻറ്റേർണൽ ഓഡിറ്റ് അല്ല, നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാനൊരു ഫൈനാൻഷ്യൽ ഓഡിറ്റാണ് ചെയ്യണമെന്ന് വയ്ക്കുക. എല്ലാം ബാലൻസ് ഷീറ്റ് ആൻഡ് ട്രൂ ആൻഡ് ഫെയർ ആണെന്ന് പറയണം ഒരു ഓഡിറ്റർ വന്നിട്ട്. ആ സിറ്റുവേഷനിൽ സ്കോപ്പ് ഡിസൈഡ് ചെയ്യുന്നത് ഓഡിറ്ററാണ്. ഓക്കെ, അതിപ്പോൾ മാനേജ്മെൻറ്റിന് പറയാൻ പറ്റില്ല. നിങ്ങൾ സെയിൽസ് മാത്രം നോക്കിയിട്ട് മൊത്തം കമ്പനിയുടെ ബാലൻസ് ഷീറ്റും P&L ട്രൂ ആൻഡ് ഫെയർ ആണെന്ന് പറയണം, ഞങ്ങൾക്കൊരു ലോണിനാണ് എന്ന് പറഞ്ഞാൽ അവർ കേൾക്കുമോ? ഇല്ല. പക്ഷേ ഇൻറ്റേർണൽ ഓഡിറ്ററുടെ കേസിൽ ആരാണ്? സ്കോപ്പ് ഇസ് ഡിസൈഡഡ് ബൈ ദ മാനേജ്മെൻറ്റ്. ഓക്കെ, ഇനി സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററുടെ കേസിൽ ഇറ്റ് ഈസ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ലോ. നിയമം എന്താ പറയണേ അതുപോലെയാണ് സ്കോപ്പ് ഡിസൈഡ് ചെയ്യണേ. ഫൈൻ. ഇനി ഓഡിറ്റ് റിപ്പോർട്ട്. ദർ ഇസ് നോ ഫിക്സഡ് ഫോർമാറ്റ് ഫോർ ഓഡിറ്റ് റിപ്പോർട്ട്. എവിടെയും പറഞ്ഞിട്ടില്ല ഇന്ന രീതിയിലാണ് നിങ്ങൾ ഓഡിറ്റ് റിപ്പോർട്ട് തരേണ്ടത്. മാനേജ്മെൻറ്റിന് ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന റിപ്പോർട്ട് ഏതാണോ അതാണ് അവർ ഓഡിറ്റേഴ്സിൻ്റെ അടുത്ത് തരാൻ പറയാം. ഏത് കേസിൽ? പ്രൈവറ്റ് വോളണ്ടറി ആയിട്ട് നമ്മൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ചെയ്യുമ്പോൾ ഫോർമാറ്റ് ഇസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ലോ, നിങ്ങൾക്കറിയുന്ന കേസാണ്. പിന്നെ ടൈം ടു ഗിവ് റിപ്പോർട്ട്. റിപ്പോർട്ട് ഇസ് ടു ബി ഗിവൺ ടു മാനേജ്മെൻറ്റ് വിത്തിൻ ദ ടൈം ആസ് മ്യൂച്വലി അഗ്രീഡ്. അതെ സാറേ, ഞങ്ങൾക്ക് അടുത്ത ആഴ്ചക്ക് റിപ്പോർട്ട് വേണ്ട. ശരി, ഞാൻ നോക്കട്ടെ. 2 പേരും തീരുമാനിക്കും, അതിനനുസരിച്ച് റിപ്പോർട്ട് കൊടുക്കും. അതേസമയം സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററുടെ കേസിൽ എങ്ങനെയാണ്? റിപ്പോർട്ട് ഇസ് ടു ബി ഗിവൺ ടു ഷെയർ ഹോൾഡേഴ്സ് വിത്തിൻ ദ സ്പെസിഫൈഡ് ടൈം ആസ് പെർ ലോ. എനിക്ക് ഇന്ന രീതിയിൽ ഇത്ര ദിവസത്തിനുള്ളിൽ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവരത് ചെയ്തിരിക്കണം. നമ്മൾ ഡിസ്കസ് ചെയ്ത് എപ്പോഴാണ് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് അവർ കൊടുക്കുക എന്നുള്ളത് ഓർമ്മയുണ്ട്? ആദ്യത്തെ ടൈം ലൈനിൽ ബൈ സെപ്റ്റംബർ 30th AGM നടത്തിയിരിക്കണം. അതിനു മുമ്പ് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മൾ വോളണ്ടറി ആയിട്ട് ഒരു ഓഡിറ്റ് ചെയ്യുമ്പോഴും നിയമപ്രകാരം സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടൊരു ഓഡിറ്റ് ചെയ്യുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം വരും. ഓക്കെ, ഫൈൻ. ലെറ്റ്സ് മൂവ് ഓൺ.